നടൻ തിലകൻ മലയാള സിനിമ കണ്ട ഏറ്റവും ശക്തനായ ഒരു വ്യക്തി കൂടിയായിരുന്നുവെന്ന് നമുക്കറിയാം. വിമർശനങ്ങൾ അതാരുടെ മുഖത്ത് നോക്കിയും അദ്ദേഹം പരസ്യമായി വിളിച്ചു പറഞ്ഞത് തന്നെയായിരുന്നു. താരസംഘടനകളിൽ നിന്നും സിനിമാ ലോകത്തു നിന്നും തന്നെ അദ്ദേഹം പുറത്താകാൻ കാരണമായത്. മരണം വരെയും അത് അങ്ങനെ തന്നെ നിലനിന്നു. ഇപ്പോഴിതാ വീണ്ടും സോഷ്യൽ മീഡിയയിൽ നിറയുകയാണ് തിലകൻ എന്ന മഹാനടൻ. മലയാള സിനിമാ ലോകം അറിയാത്ത അദ്ദേഹം പറഞ്ഞ ചില തുറന്നു പറച്ചിലുകൾ പുറത്തു കൊണ്ടുവരികയാണ് സംവിധായകൻ ആലപ്പി അഷ്റഫ്. താരങ്ങളെക്കുറിച്ചും അല്ലാതെയും തിലകൻ നടത്തിയ ചില പരാമർശങ്ങൾ വലിയ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു. ദിലീപ്, നെടുമുടി വേണു, മമ്മൂട്ടി, മോഹൻലാൽ തുടങ്ങിയ താരങ്ങളെക്കുറിച്ചെല്ലാം തിലകൻ ശക്തമായ തുറന്നു പറച്ചിലുകൾ നടത്തിയിട്ടുണ്ട്. ഇപ്പോഴിതാ ദിലീപ്, നെടുമുടി വേണു തുടങ്ങിയ താരങ്ങൾക്കെതിരെ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങളെപ്പറ്റി അഷ്റഫ് പറയുന്നത് ഇങ്ങനെയാണ്. നടൻ ദിലീപ് കൊടും വിഷമാണെന്നും അവനെ സൂക്ഷിക്കണമെന്നുമാണ് തിലകൻ ചേട്ടൻ മുന്നറിയിപ്പ് നൽകിയിരുന്നത്. തിലകൻ പറഞ്ഞ ഒട്ടുമിക്ക കാര്യങ്ങളും പിന്നീട് സത്യമാണെന്ന് ബോധ്യപ്പെട്ടുവെന്നും അഷ്റഫ് പറയുന്നുണ്ട്. നടിയെ ആക്രമിച്ച കേസ് ഉൾപ്പെടെയുള്ളവ പുറത്തു വന്നതിന് ശേഷം ഇത്തരം തുറന്നു പറച്ചിലുകൾ പ്രസക്തമാവുകയാണ്. നെടുമുടി വേണു ആട്ടിൻതോലിട്ട ചെന്നായയാണെന്നാണ് തിലകൻ മുൻപ് പറഞ്ഞത്. ഹിസ് ഹൈനസ് അബ്ദുള്ള എന്ന സിനിമയിലെ ഉദയവർമ്മ തമ്പുരാൻ എന്ന കഥാപാത്രത്തിന് വേണ്ടി തിലകൻ അഡ്വാൻസ് വാങ്ങിയിരുന്നു. ആ വേഷം നെടുമുടി വേണു തട്ടിയെടുത്തു എന്നാണ് തിലകന്റെ ആരോപണം. നെടുമുടിയോട് ദേഷ്യമല്ല, മറിച്ച് അവജ്ഞയാണ് തനിക്കുള്ളതെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു. അമ്മയിലെ ക്രിക്കറ്റ് കളിയെക്കുറിച്ചും അദ്ദേഹം വിമർശനാത്മകമായി പറഞ്ഞു. അമ്മ സംഘടനയ്ക്ക് എന്തിനാണ് ക്രിക്കറ്റ് കളി? അത് ക്രിക്കറ്റ് കളിക്കുന്നവർക്കുള്ളതാണ്. മോഹൻലാലിന് ഒരിക്കലും സച്ചിൻ ടെണ്ടുൽക്കർ ആകാൻ സാധിക്കില്ല. അദ്ദേഹത്തിന് അഭിനയമാണ് ജോലി. അതിൽ വലിയ ആളുമാണ്. അങ്ങനെ പോയാൽ പോരെ? തന്റെ അഭിപ്രായങ്ങൾ മുഖം നോക്കാതെ വെട്ടിത്തുറന്നു പറഞ്ഞ മഹാനടൻ കൂടിയാണ് തിലകൻ. അത് ഒരിക്കൽ കൂടി മനസ്സിലാവുകയാണ്. മലയാളത്തിന്റെ തീരാനഷ്ടമെന്നാണ് തിലകനെക്കുറിച്ച് ആരാധകർ പറയുന്നത്. ഇന്ത്യയിലെ നമ്പർ 1 താരങ്ങളിൽ ഒരാൾ എന്ന ബഹുമതി നേടിയ തിലകൻ ചേട്ടൻ മലയാള സിനിമയിൽ തകർത്തഭിനയിക്കുന്ന നടനായിരുന്നു. അതുപോലെ മുരളിയും. ഇവർക്കൊന്നും അമ്മ സംഘടന ഒരു ചുക്കും ചെയ്യാതെ അവർക്കെതിരെ പാര പണിയുന്ന തിരക്കിലായിരുന്നുവെന്നും ആലപ്പി അഷ്റഫ് പറയുന്നുണ്ട്. തിലകൻ എന്ന മഹാനടനെ വിലക്കിയത് മൂലം അദ്ദേഹം വിസ്മയമാക്കേണ്ട അനേകം കഥാപാത്രങ്ങൾ സിനിമാ ലോകത്തിന് നഷ്ടമായി. ആ നഷ്ടം ഏറ്റവും കൂടുതൽ സിനിമാ പ്രേമികൾക്ക് തന്നെയാണ്. തിലകനെ ഒതുക്കി ഇപ്പോൾ തിലകന്റെ മകനെയും ഒതുക്കി. ഷമ്മി തിലകൻ വളരെ അഭിനയസിദ്ധിയുള്ള നടനാണ്. അദ്ദേഹത്തിന് വേണ്ട പരിഗണന കിട്ടിയില്ല. കാലം എല്ലാത്തിനും കണക്ക് ചോദിച്ചിട്ടേ പോകൂ എന്നാണ് ആലപ്പി അഷ്റഫിന്റെ വീഡിയോ കണ്ട ആരാധകരുടെ പ്രതികരണം.